നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, ഞാൻ ചോദിച്ചതിന് കുഞ്ഞേച്ചി മറുപടി പറഞ്ഞില്ല. പറ കുഞ്ഞേച്ചി, സത്യയുടെ അച്ഛനായിട്ട് വന്നത് ആരാ? അല്ല, ഇതെന്താ പോയതുപോലെ അല്ലല്ലോ വരുന്നത്? ഇതെന്താ ബൈക്ക് മാറ്റി കാറാക്കിയോ? ആക്കേണ്ടി വന്നു. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമേ. തലനാരഴിക്കാൻ ഒന്ന് രക്ഷപ്പെട്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛന്റെ കൂടെ പുറത്തു പോയിട്ട്? റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവന്ന അച്ഛനാണെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന അമ്മയാണെന്ന് മാത്രം. എന്തായാലും അച്ഛനുമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ള മോഹം നടന്നല്ലോ. ഇനി അതിന്റെ പേരിൽ വാശി കാണിക്കില്ലല്ലോ? ഇല്ല. ഇനി അച്ഛനെ ജോലി ചെയ്യിക്കാൻ സമ്മതിക്കാതെ എപ്പോഴെപ്പോഴും വരണമെന്ന് നിർബന്ധം പിടിക്കുവോ? അതും ഇല്ല. എന്നാ പോയി എഴുതാനുള്ള എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇനി ഇവിടെ കറങ്ങി നടന്ന് ഹോംവർക്ക് ചെയ്തില്ലെന്നും പറഞ്ഞ് ടീച്ചറിന്റെ വഴക്ക് കേൾക്കണ്ട. ചെൽ. ആ, എന്താടി ഉണ്ടായത്? റെസ്റ്റോറന്റിലേക്ക് വിഷ്ണുവേട്ടനും സത്യാമ്മയും എത്തിയമ്മേ. അയ്യോ, അച്ഛനെ ബിഗ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി സത്യ വിളിച്ചു വരുത്തിയതാ. എന്നിട്ടെന്താ, ഈശ്വരാനുഗ്രഹവും അനുവിന്റെ സഹായവും. അതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടെന്ന് പറയാം. സത്യയുടെ മുന്നിൽ വെച്ച് ആ രൂപത്തിൽ വിഷ്ണുവേട്ടൻ എന്നെ കണ്ടിരുന്നെങ്കിൽ ഞാനിപ്പോ ഏത് വേഷത്തിൽ വന്നാലും വിഷ്ണുവേട്ടൻ എന്നെ തിരിച്ചറിയാൻ പറ്റില്ലേ? അവിടെ കള്ളങ്ങള് പൊളിഞ്ഞ സത്യക്ക് മനസ്സിലാവില്ലേ നമ്മളെല്ലാവരും കൂടി അവളെ പറ്റിക്കായിരുന്നെന്ന്? ആ കൊച്ചു മനസ്സിനത് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ? പിന്നെ അത് നമ്മൾ തന്നെ കാണണ്ടേ? അച്ഛനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതെ കിടന്നു നോക്കാൻ അമ്മയ്ക്കറിയാലോ. ഇപ്പൊ ആ മനസ്സ് ശാന്തമായിരിക്കുന്നത് അച്ഛനെന്നൊരാൾ അവൾക്കുണ്ടെന്നുള്ള ആശ്വാസത്തില. അതിപ്പോ അങ്ങനെ തന്നെ പോട്ടെ. കവികള് പറയും പോലെ ജീവിതമാവുന്ന നൗക കാറ്റത്തും മഴയത്തും ആടി ഉലഞ്ഞ് എവിടെയാണെന്ന് വെച്ച് അങ്ങ് എത്തട്ടെ. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാം. ആ മോളെ, ഈ പോക്കിനൊരു അവസാനം വേണമല്ലോ. അത് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്റെ മുന്നില് എന്റെ കുഞ്ഞിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അമ്മേ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹായ് പപ്പി. സത്യേ. ആ പപ്പി, ഞാനിപ്പോ പപ്പിയുടെ കാര്യം ആലോചിച്ചേ ഉള്ളൂ. ഹോംവർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അത് മാത്രല്ല വേറെയും കാര്യങ്ങളുണ്ട്. ഇങ്ങ് വന്നേ, പറയാം. എന്തൊക്കെയോ കുഞ്ഞേച്ചി ഇവിടെ നടക്കുന്നേ? സത്യയുടെ അച്ഛനായിട്ട് വന്നത് ആരാ? സത്യമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീട്ടിലെ അല്ലെന്ന് അവര് ചോദിക്കുന്നേ. ക്ഷമ, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോണം. നീ അമ്മയായിട്ട് സംസാരിച്ചിരിക്കെ. പപ്പിമോളെ വിളിച്ച് അവൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്ക. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി, ഞാൻ ചോദിച്ചതിന് കുഞ്ഞേച്ചി മറുപടി പറഞ്ഞില്ല. പറ കുഞ്ഞേച്ചി, സത്യയുടെ അച്ഛനായിട്ട് വന്നത് ആരാ? ക്ഷമ, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷേ ഇപ്പൊ ഒന്നിനും സമയമില്ല. രാമേട്ടാ, വണ്ടി എടുത്തു.
അമ്മേ അതാരാ സ്കൂളിൽ വന്നത്? അതിന്റെ പേരിൽ അവിടെ വലിയ വഴക്ക് തന്നെ നടന്നു. നമ്മുടെ കുടുംബക്കാരെ അടക്കം സത്യമ്മ പറഞ്ഞ ചീത്തയ്ക്ക് കൈ കണക്കുമില്ല. ഈ ഒരു പ്രശ്നം കാരണം വിഷ്ണുവേട്ടനും സത്യമ്മയുടെ കൂടെയാ. നീ ശാലിനിയോട് തന്നെ ചോദിക്ക്, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അമ്മേ അയ്യോ സത്യമ്മ വിളിക്കുവോ? അവര് പുറത്തു പോയ തക്കത്തിന് ഞങ്ങൾ ഇറങ്ങിയതാ. ഇപ്പൊ വന്നു കാണും. പപ്പി പപ്പി എന്താ മോർണിംഗ് വന്നേ, നമുക്ക് പോവാം. നീ ഫോൺ എടുക്ക്, എന്നിട്ട് പുറത്തുമില്ലാണെന്ന് പറയേ. ഇപ്പൊ തന്നെ എത്തൂന്ന് പറ. ഓ, ഇനി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞ ആ ഒരു വഴക്ക് വേണ്ട. സത്യമേ ശ്യാമി, നീ ഇത് എവിടെയാ? ഞാൻ പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ സത്യമേ. എന്ത് സാധനങ്ങൾ? പപ്പിക്ക് 2-3 ബുക്ക് മറ്റും വാങ്ങിക്കാനാ. ശരി, എന്നാ പെട്ടെന്ന് മേടിച്ചോണ്ട് വാ. ശരി. പപ്പി പപ്പി എന്താ അമ്മ വിളിച്ചേ? വാ നമുക്ക് പോവാം. ഇപ്പൊ തന്നെ പോണോ? വാ പോവാം. ഇത്ര പെട്ടെന്നോ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാമ്മേ. ദേ സത്യം അവിടെ തിരക്കുന്നുണ്ട്. വൈകിയ വഴക്ക് കേൾക്കും. വാ. ടാറ്റ ശരി സത്യം. അമ്മേ. ടാറ്റ. പോയിട്ടോ. വാ. ശാരദാമ്മേ, പപ്പിയെ കൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വിളിച്ചു. ഹലോ അമ്മേ. സത്യാമ്മയുടെ ഫോൺ വന്നായിരുന്നു, അതുകൊണ്ട് ശ്യാമ പെട്ടെന്ന് പോയി. സത്യയുടെ അച്ഛൻ സ്കൂളിൽ വന്നതിന്റെ പേരിൽ വലിയ വഴക്കൊക്കെ ഉണ്ടായെന്നാ ശ്യാമ പറഞ്ഞത്. വിഷ്ണു വരെ നിനക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാ അവള് പറഞ്ഞത്. അവളുടെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മേ ഞാൻ ധൃതി കാണിച്ചു പോകുന്നത്. അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടി അമ്മ കൊടുക്കുക? സത്യം പറയാൻ പറ്റുമോ? പപ്പിയും സത്യം അവിടെ ഇല്ലേ? എത്ര നാളെ ഇങ്ങനെ മൂടി വെക്കുക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.